ഹലോ ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു ലിപ്സ്റ്റിക്കിൻ്റെ റിവ്യൂ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഞാൻ അടുത്ത് ഒരു ലിപ്സ്റ്റിക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസമായിട്ട് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് ഇപ്പോഴാണ് സാധിച്ചത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓപ്പണൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. നൈക്കെന്നാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് ലിപ്സ്റ്റിക്കാണെന്ന് നോക്കാം. ഇങ്ങനെ നല്ലൊരു പാക്കേജിംഗ് ഒക്കെ ആയിട്ടാണ് കേട്ടോ നൈക്കയുടെ എപ്പോഴും വരാറ്. അപ്പോൾ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഇബ ഹലാലിൻ്റെ 2 ഷെയ്ഡാണ് കേട്ടോ. 2 ന്യൂഡ് ഷെയ്ഡാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇബ ഹലാലിൻ്റെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് ഹലാൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇബയുടെ. പിന്നെ ക്രൂവൽറ്റി ഫ്രീ ആണ്, വീഗനാണ്, ട്രാൻസ്ഫർ പ്രൂഫ് ആയിട്ടുള്ളൊരു ലിപ് ഷെയ്ഡ് കൂടിയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു MRP വരുന്നത് 599 ആണ്. നമുക്കങ്ങനെ കാര്യമായിട്ട് ഓഫറിലൊന്നും ഇത് കിട്ടില്ല കേട്ടോ. മിക്കപ്പോഴും അത്യാവശ്യം റേറ്റിൽ തന്നെയാണ് ഇത് കിടക്കുന്നത്. എങ്കിലും എനിക്കൊരു 400 അടുക്കെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു റേറ്റ് കിട്ടിയേക്കുന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു എമൗണ്ട് എത്രയാണെന്നുള്ളത് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് 2 ഷെയ്ഡാണ്, 2 നല്ല പോപ്പുലർ ആയിട്ടുള്ള ഷെയ്ഡാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് കഫേ ലാറ്റെ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്, നല്ല പോപ്പുലർ ഷെയ്ഡാണ്. അടുത്ത് വന്നിട്ട് പിക്ക് മീ അപ്പ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ഇത് രണ്ടും ആണ് കേട്ടോ ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഈ 2 ഷെയ്ഡ് ഞാൻ വാങ്ങിച്ചപ്പോൾ എനിക്ക് ഇബേന്ന് ഫ്രീ ആയിട്ട് കിട്ടിയിരിക്കുന്ന ഒരു ലിപ് ഷെയ്ഡ് കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്വാച്ചസും കാണിക്കാം. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ലിപ് ഷെയ്ഡ് നമുക്ക് നോക്കാം കേട്ടോ. കഫേ ലാറ്റ് തന്നെയാണ് കേട്ടോ ഫസ്റ്റ് ഞാൻ എടുക്കുന്നത്. ഇതിൻ്റെ പാക്കേജിംഗ് ഒക്കെ പറയുകയാണെങ്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പാക്കേജിംഗ് ആണ് കേട്ടോ വന്നിരിക്കുന്നത്. ഒരു പേപ്പർ പാക്കേജിംഗ് ആണ്. അപ്പോൾ നമുക്കിതാ ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ പ്രൊഡക്റ്റ് വരുന്നത്. ഇബ മസ്റ്റ് ഹാവ് ലിപ് ഷെയ്ഡാണ്. ഇതിൻ്റെ ഒരു ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഒരു എക്സ്പയറി ഡേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡീറ്റെയിൽ ഷെയ്ഡ് നെയിമും എക്സ്പയറി ഡേറ്റ് ഒക്കെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് കേട്ടോ ഷെയ്ഡ് വന്നിട്ട്. നമുക്ക് ആദ്യം ഹാൻഡ് സ്വാച്ച് നോക്കാം. കുറച്ച് ന്യൂഡായിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ, പക്ഷെ നല്ലൊരു ഷെയ്ഡാണ്. നമുക്കൊന്ന് ലിപ്പിൽ അപ്ലൈ ചെയ്ത് നോക്കാം. ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടുമ്പോൾ ഒരു ബട്ടറി സോഫ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഒരു ബട്ടറി സോഫ്റ്റ് ആയിട്ടാണ് നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ വരുന്നത്. അതിനുശേഷം ഇത് കംപ്ലീറ്റ് മാറ്റായിട്ട് മാറുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇട്ടപ്പം തന്നെ ഇത് ഡ്രൈ ആയി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഷെയ്ഡ് വന്നിട്ട്. നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ബ്രൗൺ ഷെയ്ഡാണ്. ട്രാൻസ്ഫർ പ്രൂഫാണ്, നല്ലപോലെ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ലിപ് ഷെയ്ഡ് കൂടിയാണ് കേട്ടോ. നമുക്ക് അടുത്ത ഷെയ്ഡ് എന്താണെന്ന് നോക്കാം. പിക്ക് മീ അപ്പ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ഞാൻ വാങ്ങിക്കാനിരുന്നത് ഫ്രണ്ട്സ് ഫോർ എവർ എന്ന് പറഞ്ഞൊരു ഷെയ്ഡായിരുന്നു കേട്ടോ. പക്ഷെ അത് സോൾഡ് ഔട്ടായി പോയി. അപ്പോൾ ഞാൻ പിക്ക് മീ അപ്പാണ് എടുത്തിരിക്കുന്നത്. രണ്ടും തമ്മിൽ വലിയ വേരിയേഷനൊന്നുമില്ല. അതുകൊണ്ട് ഈ ഒരു ഷെയ്ഡാണ് ഞാൻ രണ്ടാമത് എടുത്തത്. അപ്പോൾ ഇതിൻ്റെ ഹാൻഡ് സ്വാച്ച് നോക്കാം. ഇതാണ് കേട്ടോ വരുന്നത്. ഇതൊരു കുറച്ചും കൂടി ഒരു പിങ്ക് പീച്ചൊക്കെ കൂടിയ പോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ്, ഇതാണ് സെക്കൻഡ് ഷെയ്ഡ്. അപ്പം നമുക്കിതൊന്ന് ഇട്ട് നോക്കാം കേട്ടോ. ഇത് കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. നമുക്കൊരു എന്താ പറയുക, ആദ്യം കാണിച്ച ഷെയ്ഡിനേക്കാളും കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഒരു പീച്ചും പിങ്കും ഒക്കെ മിക്സ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി കളറാണ് കേട്ടോ. ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ്, ഇത് സെക്കൻഡ് ഷെയ്ഡ്. കുറച്ചുകൂടി ബ്രൈറ്റ് കൂടുതലാണ്. ഇനി ഈ 2 ലിപ് ഷെയ്ഡ് വാങ്ങിച്ചപ്പോൾ എനിക്ക് ഫ്രീ കിട്ടിയ ഒരു ലിപ്സ്റ്റിക് കൂടി ഉണ്ട് കേട്ടോ. അതും കൂടി ഒന്ന് പരിചയപ്പെടാം. തിരിച്ച് നോട്ട് ഫോർ സെയിൽ എന്നൊക്കെ പറഞ്ഞ് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഞാൻ ഈ കളർ യൂസ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. എന്തായാലും നമുക്കൊന്ന് നോക്കാം. കുറച്ച് നല്ല അത്യാവശ്യം ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതും കൂടി ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു ഷെയ്ഡ് വന്നിട്ട്. ഇതിൻ്റെ നെയിം വന്നിട്ട്
പിങ്ക് ഡിവ എന്നാണ് കേട്ടോ ഇതിൻ്റെ ഒരു നെയിം വന്നിട്ട്. അപ്പോൾ ഇബ ഹലാലിൻ്റെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങിക്കുന്നത്. കുറേ നാളായിട്ട് ഞാൻ വാങ്ങിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നതാണ്. അപ്പോൾ കളറ് കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ, കുറച്ച് ബ്രൈറ്റ് ആണ്. പക്ഷെ നമുക്കിത് നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ഒക്കെ ചെയ്തിട്ട് റെഡിയാക്കാവുന്നേ ഉള്ളൂ. ഇത് ZMൻ്റെ ആണ് കേട്ടോ, എൻ്റെ ഫേവറേറ്റ് ഷെയ്ഡാണ് ZMൻ്റെ. അപ്പോൾ ഇതൊന്ന് നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് നോക്കാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു ഷെയ്ഡ് നെയിം വന്നിട്ട്. ഏകദേശം ഫസ്റ്റ് ഷെയ്ഡ് പോലെ തന്നെയുണ്ട്. ഇപ്പോൾ കുറച്ചും കൂടി ഇത് കൂടുതലിട്ടിട്ട് ആ കളർ കുറച്ചിടുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കിട്ടും കേട്ടോ. അങ്ങനെ ഇപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം. ഇത് കണ്ടോ, ഇത് ഇത്രയും ബ്രൈറ്റ് ആയിരുന്നു, വേറൊരു ഷെയ്ഡും കൂടി അതിലേക്ക് ആഡ് ചെയ്തപ്പോൾ നല്ലൊരു അടിപൊളി കളറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ലപോലെ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന നല്ലൊരു ബുള്ളറ്റ് ലിപ്സ്റ്റിക് കൂടിയാണ് കേട്ടോ ഇബ ഹലാലിൻ്റേത്. ഇബ മസ്റ്റ് ഹാവ് ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ അതിൽ തന്നെ പോപ്പുലർ ആയിട്ടുള്ള 2 ഷെയ്ഡാണ് കേട്ടോ ഞാൻ കാണിച്ചേക്കുന്നത്. ഒരുപാട് ഡാർക്ക് കളേഴ്സ് ഉണ്ട് കേട്ടോ. നിക്കാഹ് റെഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു പോപ്പുലർ ആയിട്ടുള്ള റെഡ് ഷെയ്ഡൊക്കെ ഉണ്ട്. ഞാൻ കൂടുതലും ഈ ഒരു ന്യൂഡ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ ന്യൂഡ് ഷെയ്ഡ്സ് കൂടുതൽ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നൈക്കയിലൊക്കെ അവൈലബിൾ ആണ്. ഓഫർ വരുന്ന ഒരു ടൈം നോക്കി പർച്ചേസ് ചെയ്യാം കേട്ടോ. ഇത്ര ഉള്ളത് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.